ബാവലി മക്കാമിൽ നിന്നാണ് താലം ആരംഭിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ പായ്മൂല അമ്പലവും ബാവലി മക്കാമും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ചരിത്രവും ഐതിഹ്യമൊക്കെ ഒന്ന് പറയാവോ? പായ്മൂല ഇപ്പോൾ ക്ഷേത്രം പുതുതായി സ്ഥാപിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഒരു പിന്നെ മൂർത്തികളുടെയൊക്കെ ആവാഹിച്ച് പുതിയ പുളിയങ്കാവ് ഭഗവതിയെ ഒക്കെ ആവാഹിച്ച് ഒരു ക്ഷേത്രം പുതിയതായി വന്ന ഒരു 4-5 വർഷത്തിൻ്റെ ഇടയിൽ വന്നതാണ്. അപ്പോൾ ആ സമയത്താണ് ഒരു ദിവസം വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, ബാവലി ഒരു മതസൗഹാർദ്ദ കേന്ദ്രമാണല്ലോ, അപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങൾക്ക് താലം എടുക്കാൻ അനുവദിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാ ജാതി മതക്കാരും ഇവിടെ വരുന്നു. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ്, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്. അതുപോലെ പ്രത്യേകിച്ച് കേരളം ഗോഡ്സ് ആൻഡ് കൺട്രി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ നാട് എന്ന് പറയുന്ന ഈ നാട്ടിൽ എന്തിന് വേർതിരിവുണ്ടാകുന്നു എന്ന് കണക്കുകൂട്ടി തന്നെയാണ് ഇവിടെ വെച്ച് താലമെടുക്കുന്നത്. ഒരു മതസൗഹാർദ്ദ കേന്ദ്രമാണ് ഇവിടെ. എന്ന് വെച്ചാൽ 950 വർഷം മുമ്പാണ് സൗദിയിൽ നിന്ന് പിന്നെ മഹാനായ തങ്ങൾ പാപ്പ ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ ആ സമയത്ത് ആരൊക്കെ തങ്ങൾ പാപ്പാനെ സഹായിച്ചിട്ടുണ്ടാവും, ആരുടെയൊക്കെ സഹായം ആ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊക്കെ ചിന്തകൾക്ക് അപ്പുറത്താണ്. അത് ചിന്തിക്കാൻ പുണ്യവാളന്മാർക്ക്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പോലുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അവർ ആ ഒരു സാഹചര്യത്തിലാണ് ഇവരോട് വന്ന് ചോദിച്ചപ്പോൾ ഇവിടെ